ഹലോ ഗൈസ്, ഇറ്റ്സ് മീ മക്കു മക്കി. റൈഫിൾ ക്ലബ് ഇന്ന് റിലീസായിട്ടുള്ള റൈഫിൾ ക്ലബ് ആഷിഖ് കപൂറിൻ്റെ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഒരു നല്ല ഒരു മൂവി റിലീസാവുന്നത്. അപ്പോൾ പടം ഓവറോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൽ എടുത്ത് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ മേക്കിങ്, വെടി, അടി, പുക, മദ്യം, പന്നിയിറച്ചി, ഇതാണ് ഈ സിനിമയുടെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. ഈ ഒരു ക്രിസ്മസ് സിനിമ റിലീസിൽ ഇപ്പോൾ ഫുൾ ചോരക്കളിയാണ്. ഇനി നാളെ റിലീസാകാൻ പോകുന്ന മാർക്കോ, അതും സർട്ടിഫിക്കറ്റ് വയലൻസോട് കൂടിയ സിനിമ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ക്രിസ്മസ് ചോരക്കളിയുടെ ഒരു വിളയാട്ടാണ്. അപ്പോൾ ഈ ഒരു സിനിമ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്നത് ആഷിഖ് കപൂർ ഇതിന് മുന്നേ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അമൽ നീരദ് ടച്ചിൽ വരുന്ന ഒരു സിനിമയാണ് റൈഫിൾ ക്ലബ്. ഇതിൽ മെയിനായിട്ട് അഭിനയിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരെ പറയാം. ദിലീഷ് പോത്തൻ ഒരു ഹൈ റേഞ്ച് സ്റ്റാറാണ്. നമുക്ക് കുറേ സ്റ്റാറുകളുണ്ട്. പിന്നെ കൺവീൻസിങ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ കുറേ ട്രോളുകളിൽ ഇതൊക്കെ കണ്ടിട്ടില്ലേ, സുരേഷ് കൃഷ്ണ, അദ്ദേഹം ഉണ്ട് കേട്ടോ ഈ സിനിമയിൽ. അതുപോലെ തന്നെ ഇതിൽ പിന്നെ ഈ ഒരു സിനിമയിൽ ദിലീഷ് പോത്തൻ ഒരു ഹൈ റേഞ്ച് സ്റ്റാറാണ്. ഇപ്പോൾ ഇതിൻ്റെ മുന്നേ അദ്ദേഹത്തിൻ്റെ സിനിമയായ ഓ ബേബി പോലത്തെ പടങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഒരു ഹണ്ടിങ് ടച്ചോട് കൂടിയിട്ടുള്ള സിനിമ. ദിലീഷ് പോത്തന് പുറമെ വില്ലൻ, കട്ട വില്ലനിസം, അനുരാഗ് കശ്യപ്, ഒരു മംഗലാപുരത്തെ സംഗതികളൊക്കെ കൂട്ടിക്കഴിച്ചിട്ടുള്ളൊരു സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ സ്വാഗ്, ഡയലോഗ് ഡെലിവറി, ഹിന്ദിയൊക്കെ മിക്സ് ആയിട്ടുള്ള ഡയലോഗ് ഡെലിവറികളാണ്. അതൊക്കെ എന്താ പറയുക, ഒരു വേറെ ലെവലാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ വിജയരാഘവൻ, പിന്നെ സുരഭി ലക്ഷ്മി, പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം വന്നിട്ടുള്ള ഈ മലയാള സിനിമയിൽ വന്നിട്ടുള്ള ഒരാളാണ് വാണി വിശ്വനാഥ്. അവരൊക്കെ കുറേ മുന്നേ സിനിമയിൽ വന്നതിന് ശേഷം ഒരു ബ്രേക്ക് എടുത്തിട്ടുള്ളതാണ്. അപ്പം അതിന് ശേഷം അവരുടെ ഒരു തിരിച്ചുവരവ് അതിഗംഭീരം എന്ന് തന്നെ പറയാം. ഇവർക്കെല്ലാം പുറമെ വിനീത്, വിഷ്ണു അഗസ്ത്യ, ഓ ബേബിയിലൊക്കെ നമ്മൾ കുറേ കണ്ടതാണ് വിഷ്ണു അഗസ്ത്യയുടെ പെർഫോമൻസ്. പിന്നെ RDX, അതായത് നമ്മളെ RDX വില്ലൻ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്ന അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ ഉണ്ണിമായ, അതുപോലെ തന്നെ ദർശന രാജേന്ദ്രൻ. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട മറ്റൊരാളാണ് റംസാൻ. സാധാരണ രീതിയിൽ ഒരു ക്ലബ്ബ് ഡാൻസിലൊക്കെ ഒന്ന് മുഖം കാണിച്ച് ഡാൻസ് കളിച്ച് പോകുന്ന ഒരാളാണ് റംസാൻ. പക്ഷേ റംസാൻ ഇതിൽ നല്ല രീതിയിലൊരു പ്രോമിസിങ് ആക്ടറാണ് കേട്ടോ. കാരണം ചില ഫൈറ്റ് സീക്വൻസൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ തോന്നും ഇതിന് കഴിയും എന്നുള്ളത്. കാരണം ഒരു സെൻറ്റിമെൻറ്റ് സീനായാലും ഒരു ടെറർ സീനാണെങ്കിലും അദ്ദേഹം നല്ല രീതിയിൽ ഇതിൽ കാഴ്ച വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ഹനുമാൻ കയൻ, സൂരജ് ഒരക്ഷയിലിട്ട്. സാധാരണ ഞാൻ ആ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അത്ര വലിയ ഒരിത് തോന്നിയിട്ടില്ല. പക്ഷേ സിനിമയിലേക്ക് ഈ സിനിമ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാഗ് ഉണ്ടല്ലോ, ആ ഒരു സ്വാഗ് എന്താ പറയുക, ഒരു വേറെ, നമ്മളൊരു മലയാളി അല്ല എന്ന് നമുക്ക് തോന്നും. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് ഡെലിവറികളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു വേറെ ലെവല് ഒരു ആക്ടിങ്ങാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭാഗം നല്ല രീതിയിൽ ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം പിന്നെ മുഖം കാണിക്കുന്നത്. ഈ സിനിമയിൽ സ്റ്റോറി എന്ന കാര്യം അത് അങ്ങോട്ട് മാറ്റി നിർത്തുക. ഇത് നടക്കുന്നത് ഒരു ഹൈ റേഞ്ചാണ്, അതായത് പഴയ വയനാട്, നമ്മുടെ 90, 92, 93 കാലഘട്ടങ്ങളിലെ വയനാട്ടിലെ ഒരു കഥയാണ് ഈ ഒരു സിനിമയിലുള്ളത്. എക്സ്പെഷ്യലി ഇതിൽ കുറച്ച് എടുത്ത് കാണിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് ആ ഒരു സിനിമയുടെ ആ ഒരു കാലഘട്ടത്തിൻ്റെ കളർ ടോൺ നല്ല ഒരു ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെഹിക്കിൾസ്, കാർസ്, അതിൽ കുറേ കാറുകൾ ഇതിൽ കാണിക്കുന്നുണ്ട്. പ്രീമിയം ലെവലിലെ കാറുകളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നല്ല എന്താ പറയുക, അതൊക്കെ ആ ഒരു പഴയ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ഫീലാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു സിനിമയിൽ റൈഫിൾ ക്ലബ്, ആ ഒരു ക്ലബ്ബും
അതിലെ മെമ്പേഴ്സും അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവുന്ന കഥകളാണ് ഈ ഒരു സിനിമയിലുള്ളത്. പക്ഷെ ഇതിൽ എക്സ്പെഷ്യലി നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ ആ ഒരു മെമ്പേഴ്സ് ഇഷ്ടം പോലെ മെമ്പേഴ്സ് ഉണ്ട്. ആ മെമ്പേഴ്സ് എല്ലാവരും ഈക്വലാണ്. കാരണം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അവർക്ക് കൊടുത്തിട്ടുള്ള റോളുകൾ, അവരുടെ ഒരു എന്താ പറയുക, ആ ഒരു റൈഫിൾ, ആ ഗണ്ണ് വെച്ചിട്ടുള്ള ആ ഒരു ഷൂട്ട്, അവരുടെ പുക, വെടി, മദ്യം, പന്നിയിറച്ചി, ഇതാണ് ഈ സിനിമ ആക്ച്വലി. പക്ഷേ അത് ആ ഒരു സെൻസിൽ, ആ ഒരു രീതിയിലാണ് ആ സിനിമയിൽ എടുക്കേണ്ടത്. കാരണം ഇതിൻ്റെ ഫസ്റ്റ് ഭാഗങ്ങളിലേക്കൊക്കെ ഒരു ചെറിയ ലാഗോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അതോടുകൂടി എന്താ പറയുക, പിന്നീട് ആ ഒരു സാഹചര്യം, കഥയുടെ സാഹചര്യം ഒന്നും പറയുന്നില്ല, ആ ഒരു സാഹചര്യം മറയുമ്പോൾ പിന്നെ സിനിമ വേറെ ഒരു ലെവലിലേക്ക് കൊണ്ടുപോവാണ്. ഇപ്പോൾ ഇതിന് മുന്നേ എനിക്ക് തോന്നുന്നു പിന്നെ നല്ല നിലാവുള്ള രാത്രി പറഞ്ഞൊരു സിനിമ ഉണ്ട്. അതും ഈ ഒരു ടച്ചിൽ വരുന്ന ഒരു സിനിമയാണ്. ആ ഒരു എന്താ പറയുക, ആ ഒരു റിസോർട്ട്, ഇതിലെ റിസോർട്ട് പകരം ഒരു ക്ലബ്ബ് എന്ന രീതിയിലാണ്. പക്ഷേ ഒരു ഉള്ളോട്ടുള്ള ഒരു ഹൈ റേഞ്ച് ഏരിയയാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന സംഭവവികാസങ്ങൾ, വില്ലന്മാരുടെ വരവ്, അതുപോലെ തന്നെ ഈ ചാവേറുണ്ടല്ലോ, കുഞ്ചാക്കോവൻ നായകനായിട്ടുള്ള ചാവേർ, ആ ഒരു സിനിമയുടെ ടച്ചും ഇതിലൊക്കെ വന്നു. പക്ഷേ എന്നാലും ഇതിൽ എടുത്തു പറയേണ്ട രീതി എന്താണെന്ന് വെച്ചാൽ ആ ഒരു ആ ഒരു ഗൺ ഷൂട്ടും, അതേപോലെ തന്നെ ആ ഓൾ മെമ്പേഴ്സ്, ആ സിനിമയിലെ എന്താ പറയുക, ആ ഒരു ക്ലബ് മെമ്പേഴ്സിൻ്റെ പെർഫോമൻസ്, ഓരോരുത്തർക്കും ഒരു എടുത്ത് പറയാനുള്ള പെർഫോമൻസ് ആ സിനിമയിൽ കാഴ്ച വെച്ചിട്ടുണ്ട്. റെക്സ് വിജയൻ, അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്, അതൊരു രക്ഷയില്ല. കാരണം ആ സിനിമയെ പിടിച്ചിരുത്തുന്നത് ആ ഒരു സ്കോറിങ്ങാണ്. ആദ്യം മുതൽ തന്നെ ആ ഒരു സാധനം, ആ ഒരു സ്കോറിങ് ലെവൽ ഇങ്ങനെ മാറി മാറി വരികയാണ്. അത് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ആ സിനിമ കാണുന്ന ആൾ, ആ സിനിമയെ നമ്മളതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. അതാണ് ഇതിലെ BGM, ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങിൻ്റെ അവസ്ഥ. അതുപോലെ തന്നെ ഇതിലെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ഒരു കാടിൻ്റെ പശ്ചാത്തലം, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. പക്ഷേ ഇതിൽ എന്താ പറയുക, നമ്മളെ രാത്രി കാലങ്ങളിലെ സീക്വൻസൊക്കെ ഉണ്ടല്ലോ, ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം. കാരണം ആ ഒരു നിലാവുള്ള രാത്രി, അതിൽ ഓരോ എന്താ പറയുക മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ഈ സിനിമയിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ചില കാര്യങ്ങളൊക്കെ പിന്നെ PUBG പോലെ തോന്നി. കാരണം ഇതിൽ ഒരു ഹണ്ടിങ്, മനുഷ്യരെ കൊല്ലുക, അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ. അപ്പോൾ ആ ഒരു സംഗതി, ആക്രമണ രീതികളും, അതേപോലെ തന്നെ പിന്നെ എയർ ഗണ്ണല്ല ഷോർട്ട് ഗണ്ണ് വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ളവരെ വിവരം അറിയിക്കണമല്ലോ, ആ സംഗതികളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഹൈ റേഞ്ച് സ്റ്റാർ ദിലീഷ് പോത്തൻ, സെക്രട്ടറി അവറാൻ, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ, ആ ക്യാരക്ടറിൻ്റെ ഒരു വൈബ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ് കേട്ടോ. കാരണം ആ ഒരു ഹണ്ടിങ്, എന്ത് വന്നാലും ഹണ്ടിങ്ങിന് പോകുന്നു എന്നുള്ള ആ ഒരു മനസ്സ്, ചങ്കുറപ്പ്, അതുപോലെ തന്നെ ഫുഡ്, എന്ത് സാധനം കിട്ടിയാലും ഫുഡാക്കുന്ന അവസ്ഥയാണ്. അതിലൊക്കെ മുള്ളംപന്നിയുടെ ഒരു ഫുഡൊക്കെ വെച്ചിട്ട് എന്താ പറയുക, അതിൻ്റെ ഒരു മൈന്യൂട്ട് കാര്യമാണ് അതിൻ്റെ മുള്ള് കഴിക്കുന്നത്, അതിൻ്റെ മുള്ള് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ നല്ല രസമാക്കിയിട്ട് ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി എനിക്ക് ഓവറോൾ ഇഷ്ടപ്പെട്ടത് ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടറിനെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വില്ലൻ, കട്ട സൈക്കോ വില്ലൻ സൂരജ് ഹനുമാൻ കൈൻ്റെ, അതുപോലെ തന്നെ അനുരാഗ് കശ്യപ്പും. കാരണം അദ്ദേഹത്തിന് മലയാളത്തിൽ ഇതുപോലത്തെ നല്ല കിടിലം റോളുകൾ ചെയ്യാം കേട്ടോ. കാരണം അത് ഈ സിനിമയിലൂടെ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അതിന് ശബ്ദം നൽകിയത് അദ്ദേഹം തന്നെയാണ് എന്നുള്ളത്. അതൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക, അടിപൊളി സ്വാഗതം, ഡയലോഗ് ഡെലിവറിയൊക്കെ നല്ല രീതിയിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സിനിമയിലൂടെ ഫസ്റ്റ് ഹാഫ് ചെറിയ ഒരു സ്ലോ ബേസായിട്ട് ഇങ്ങനെ സിനിമ മുന്നോട്ട് പോവാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2 മണിക്കൂർ ഇല്ല സിനിമ. പക്ഷെ ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ പിന്നെ ഒരു ആകാംക്ഷയാണ്, അടുത്തത് എന്ത് സംഭവിക്കും എന്നുള്ളത്. കാരണം ഇതിൽ ഗണ്ണുകളാണ്, റൈഫിൾസാണ്, അതിൻ്റെ ഒരു ക്ലബ്ബാണ്,
ഒരു ഹണ്ടിങ് രീതികൾ ബാക്കിയുള്ളവരെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ നമ്മളെന്താ പറയുക, വലിയ ഹൈ റേഞ്ച് പ്രതീക്ഷയെന്ന് വെച്ചിട്ട് ഈ സിനിമയ്ക്ക് പോയത് കേട്ടോ. കാരണം ഇത് നമ്മളൊക്കെ കണ്ടുമടുത്ത കാര്യങ്ങളാണ്, പക്ഷേ ആ ചെയ്തു വെച്ച രീതി വ്യത്യസ്തം എന്ന് ഉള്ളതാണ്. എന്തായാലും പടം ഓവറോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി. ഇനിയിപ്പോൾ നാളെ മാർക്കോയ്ക്ക് പോകണമെന്നുണ്ട്. പിന്നെ ഈ ഒരു ചോരക്കളി, ഈ ക്രിസ്മസ് ചോരക്കളി എന്നുള്ള കാര്യങ്ങളിലേക്ക് എന്തായാലും മാറിയിട്ടുണ്ട്. നാളെ മാർക്കോൻ്റെ റിലീസോട് കൂടി. അപ്പോൾ ഈ ഒരു സിനിമ റൈഫിൾ ക്ലബ്, ആഷിഖ് അബുവിൻ്റെ ഈ ഒരു സിനിമ എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി കാണുക. കാരണം കാണാനുണ്ട് ഈ സിനിമയിൽ. അതാണ് ഈ സിനിമയുടെ പ്രത്യേകത.